പരാതി പൂർണ്ണമായിട്ടും തള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുഴക്കി SITയുടെ നിർണായകമായ തെളിവുകൾ. രാഹുലിന് അയച്ച മെഡിക്കൽ രേഖകൾ അന്വേഷണ സംഘം കാണിച്ചു. DNA പരിശോധനയ്ക്ക് യുവതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന്റെ തെളിവും കാണിച്ചു. സെറ്റിൽമെന്റിന് ശ്രമിച്ചതിന്റെ തെളിവ് യുവതി നൽകിയതും കാണിച്ചു. റൂം ലൊക്കേഷൻ രാഹുൽ അയച്ചതും ഹാജരാക്കി. രാഹുലിനെ കുരുക്കി കൂടുതൽ തെളിവുകൾ SIT രാഹുലിന് മുന്നിൽ വെച്ചിരിക്കുന്നു. രാഹുലിന് 2 ഫോൺ പിടിച്ചെടുത്തു. അപ്പോഴും രാഹുൽ നിൽക്കുന്ന നിലപാട് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് മാത്രമാണ്. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്, ഒരു അന്തരീക്ഷത്തിലൂടെയാണ്, ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിന്മേൽ അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് SIT, ഈ SITയിൽ മൊട്ട അരുൺകുമാറിനെയും വീരപ്പൻ ആന്റോ അഗസ്റ്റിനെയും സംഘമാക്കി ചേർത്തിരിക്കുന്നു, അംഗങ്ങളാക്കി ചേർത്തിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അഭിമാനകരമായ നിമിഷമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ പറയുന്നു ഇത് ബലാത്സംഗമല്ല എന്നുള്ള വലിയ ഒരു സ്റ്റാൻഡ് രാഹുൽ എടുക്കുന്നു. പരാതിക്കാരിയെ അറിയാമെന്നും രാഹുൽ പറയുന്നു. അപ്പോ SIT രാഹുലിനോട് ഇത്തരത്തിലുള്ള തെളിവുകൾ, മൊട്ട പറഞ്ഞതുപോലെയുള്ള തെളിവുകൾ നിരത്തിയെന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മൊട്ടക്കറിയുന്നത്? അതിനുള്ള മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ അന്വേഷണ സംഘത്തിൽ മൊട്ട അരുൺകുമാറിനെയും വീരപ്പൻ ആന്റോ അഗസ്റ്റിനെയും അംഗങ്ങളാക്കിയിരിക്കുന്നു. അഭിമാനകരം. വെൽ ഡൺ ബോയ്സ്, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. അഭിമാനകരമായ നിമിഷം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഒരു കാട്ടുകള്ളൻ ക്രിമിനലിനെയും ഒരു മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരനെയും കേരളത്തിന്റെ അന്വേഷണ സംഘത്തിൽ ഒരു വിവാദമായ, വളരെ ചൂടുപിടിക്കുന്ന ഒരു വിവാദ കേസിൽ, ഒരു അന്വേഷണ ബലാത്സംഗ പീഡന കേസിൽ രാഹുലിനെതിരെയുള്ള അന്വേഷണ സംഘത്തിൽ അംഗങ്ങളാക്കിയിരിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും ഈ അന്വേഷണ സംഘത്തെ നയിക്കുമെന്നുള്ള വാർത്തകളുമാണ് പുറത്തേക്ക് വരുന്നത്. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നിമിഷം. എന്താണ് വാർത്ത? നിങ്ങളൊന്ന് കണ്ടു നോക്ക്. രാഹുൽ ചോദ്യം ചെയ്യലിൽ നടന്ന കാര്യങ്ങളെയാണ് മൊട്ട പറയുന്നത്. രാഹുലിനോട് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു ബലാത്സംഗമല്ല, പീഡനം നടന്നിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞു പോലും. അപ്പോൾ SIT ഇത്തരത്തിൽ ഒരുപാട് തെളിവുകൾ രാഹുലിന് മുന്നിൽ നിരത്തി. അങ്ങനെ രാഹുൽ ഉത്തരം മുട്ടി എന്നാണ് ആര് പറയുന്നത്? മൊട്ട അരുൺകുമാർ പറയുന്നത്, റിപ്പോർട്ടർ TV പറയുന്നത്. അപ്പം നമ്മളെന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ SITയിൽ മൊട്ട അരുൺകുമാറും വീരപ്പൻ, കാട്ടുകള്ളൻ വീരപ്പൻ, ക്രിമിനൽ ആന്റോ അഗസ്റ്റിനും ഈ SIT സംഘത്തിൽ ഉണ്ട് എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാ അവിടെ പത്തനംതിട്ട AR ക്യാമ്പിൽ ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ചിട്ടാണോ ചോദ്യം ചെയ്യുന്നത്? പോലീസ് SIT എന്താണ് ചോദിക്കുന്നത്? രാഹുൽ എന്താണ് മറുപടി പറയുന്നത്? അതിന് കൗണ്ടറായിട്ട് SIT എന്താണ് കാണിക്കുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇവർക്ക് പറയാൻ കഴിയുന്നത്? അതിനർത്ഥം ഇവർ ആ അന്വേഷണ സംഘത്തിൽ ഉണ്ട് എന്നല്ലേ? അതല്ലെങ്കിൽ ഈ പറയുന്ന നിയമവ്യവസ്ഥയിൽ നിന്ന് ആരോ ഇവർക്കിതൊക്കെ ചോർത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഇവരുടെ ഭാവനക്കനുസരിച്ച് പടച്ചു വിടുന്നതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്, നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരു വാർത്ത നൽകുവാനുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെങ്കിൽ ഓക്കെ. അതല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും റിപ്പോർട്ടർ TVയും കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും വല്ലാതെ ആഘോഷിക്കുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അതിയായി ഉറപ്പിച്ച് വിശ്വസിച്ച ആളുകളാണ് ഇവരൊക്കെ. അങ്ങനെ ഇവർ അതിൻ്റെ തലക്കെട്ടുകളും എല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ചതായിരുന്നു. ഒരൊറ്റ ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ ആ തലക്കെട്ടുകളൊക്കെ പുറത്തേക്ക് വരുമായിരുന്നു. പക്ഷേ അന്ന് അറസ്റ്റ് ഉണ്ടായില്ല. അതിൽ ഇവർക്ക് വല്ലാത്ത ഒരു വേദനയുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മനസ്സിന്, ഇവരുടെയൊക്കെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു. ആ സങ്കടവും ഇവരുടെ ചിരകാല സ്വപ്നവുമാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്.
രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് സഖാക്കളും ഈ PR ടീമായിട്ടുള്ള മാധ്യമങ്ങളുടെയും ചിരകാല സ്വപ്നമായിരുന്നു. ആ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിൽ അവരതങ്ങനെ ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതിനു വേണ്ടി എല്ലാ ചരട് ബലികൾ നടത്തിയ ആളുകൾക്കും ഒരു കാര്യം ബോധ്യമുണ്ടായിരുന്നു. എന്ത്? കോടതി എത്തിയാൽ ഇത് നിലനിൽക്കില്ല എന്നുള്ള നല്ല ബോധ്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ ചരട് വലിക്കാർക്കും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പരാതി വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു പരാതി വന്നതും മൊഴിയെടുത്തതും വീഡിയോ കോൺഫറൻസിങ് നടത്തിയതും ഒക്കെ വളരെ രഹസ്യമാക്കി സൂക്ഷിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 7 ദിവസം മുമ്പ് വന്ന പരാതിയിൽ മൊഴിയെടുക്കൽ, ഈ 7 ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കലും ബാക്കി അറസ്റ്റിലേക്ക് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും അത്ര വേഗത്തിൽ നടത്തിയതും ഈ പരാതി കോടതിയിലെത്തിയാൽ നിലനിൽക്കില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് രഹസ്യമാക്കി വെച്ചു എന്ന് മാത്രമല്ല, ശനിയാഴ്ച രാത്രി ഈ കസ്റ്റഡി നടന്നു, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്ന പ്രക്രിയക്ക് ഇവർ കണ്ടെത്തിയ സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച രാത്രിയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ശനിയാഴ്ച കോടതി പിരിഞ്ഞു, കോടതിയുടെ സമയം കഴിഞ്ഞു, കോടതി പിരിഞ്ഞതിന് ശേഷം കസ്റ്റഡിയിലെടുക്കുന്നു. ഞായറാഴ്ച കോടതികൾ അവധിയാണ്. അതുകൊണ്ട് രാഹുലിന് ജാമ്യത്തിന് പോകണമെങ്കിൽ, ജാമ്യാപേക്ഷയുമായി പോകണമെങ്കിൽ തിങ്കളാഴ്ചയാവണം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായിട്ടും ലഭിക്കും, ഒരേ ദിവസമാണെങ്കിലും മിനിമം ഒരു ദിവസമെങ്കിലും രാഹുലിനെ അഴിക്കകത്തിടാൻ കഴിയുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഒരു നടപടി. അപ്പോൾ ഈ ഒരു ഉറപ്പിലേക്ക് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ നടപടിക്രമങ്ങൾ, ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ഈ വിധം സൂചിപ്പിക്കുന്നത് ഈ പരാതിയും 1ഉം 2ഉം പരാതി മൂഞ്ചിയതുപോലെ മൂന്നാമത്തെ പരാതിയും മൂഞ്ചുമെന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എല്ലാ നടപടികളും നമ്മളെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞാൽ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് പോകുമെന്നുള്ള ഉറപ്പായിരുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് രാഹുൽ പോയി കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പരാതിന് 1ഉം 2ഉം പരാതിയിന്മേൽ കോടതി നിരീക്ഷണങ്ങൾ നടത്തിയതുപോലെ, കോടതി സംശയമുയർത്തിയതുപോലെ മൂന്നാമത്തെ പരാതിയിലും കോടതി സംശയമുയർത്തുമെന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ പരാതി പുറത്തറിയിക്കാതെ, രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിരുന്നത് വരെ പരാതി പുറത്തറിയിക്കാതെ വളരെ സ്വകാര്യമായി രഹസ്യമാക്കി സൂക്ഷിച്ചു. പിന്നെ ഈ കസ്റ്റഡിയും അറസ്റ്റും നടന്നിരിക്കുന്ന സമയം അത് ശനിയാഴ്ച രാത്രിയാണ്. ഞായറാഴ്ചയായി കഴിഞ്ഞാൽ കോടതി അവധിയാണ്. അതുകൊണ്ട് ആ ഒരു ദിവസം ഉറപ്പായിട്ടും കിട്ടും. പിന്നെ കോടതിയിലേക്ക് എത്തിയാൽ കോടതി പോയ ദിവസം തന്നെ ജാമ്യം നൽകിയാലും ഒരു ദിവസം അകത്തിട്ടു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ 10 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്ന ഭൂലോക തോൽവി, ആ തോൽവി എല്ലാ രീതിയിലും പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, എല്ലാ രീതിയിലും തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ജനം മുഖത്തടിച്ച് ഇറങ്ങടാ വിജയ പുറത്ത് എന്ന് കരണത്തടിച്ച് ജനം പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കണമെങ്കിൽ പരാതി മാത്രം പോരാ, രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടണം. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി എടോ വിജയ എന്ന് വിളിച്ച രാഹുലിനോട് അവനെ തൂക്കിയെടുത്ത് അകത്തിടുക എന്ന് പറയുന്നത് അതൊരു മധുര പ്രതികാരം കൂടിയാണ്. തൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി എടോ വിജയ എന്ന് വിളിച്ചവനെ തൂക്കിയെടുത്ത് അകത്തിടാൻ സാധിച്ചു എന്നുള്ള ആത്മസംതൃപ്തിയിൽ, ആത്മനിർവൃതിയിൽ പിണറായി വിജയന് ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പരാതിയെക്കുറിച്ചും ഈ പരാതിയിന്മേൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെക്കുറിച്ചുമാണ്. ഇതിൻ്റെ അടിസ്ഥാനം ഈ കേസ് ഇപ്പോൾ അന്വേഷണം, ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ജുഡീഷ്യറിയുടെ ഒരു ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു വിചിത്രമായി തോന്നുകയും അതോടൊപ്പം ആശങ്ക തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അന്വേഷണങ്ങളൊന്നും നടത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുക, ശിക്ഷിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അതിനുശേഷം വെറുതെ വിട്ടുകഴിഞ്ഞാൽ എന്തു പറയും?
കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ കോടതിയെ തെറി വിളിക്കുന്നതും കോടതിയെ അധിക്ഷേപിക്കുന്നതും കോടതിയെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന, കോടതിയെ ആക്രമിക്കുന്ന ഒരു രംഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിലോ നിയമവ്യവസ്ഥയിലോ ഇല്ലാത്ത ഒരു പ്രൊസീജിയർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളെയും വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി നട്ടല് നിവർത്തി എതിരഭിപ്രായം പറയുന്നവരെയും പെണ്ണ് കേസിലും അല്ലാത്ത കേസിലും പെടുത്തി അവരെ അകത്തിട്ട് അവരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്തുവാനുള്ള ശ്രമം, അതാണ് രാഹുൽ കേസിലും വന്നിരിക്കുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിയതാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ആ വശം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്നോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു വശത്തിലേക്ക് കടക്കുന്നില്ല. അതല്ലെങ്കിൽ ഇത് പരാതിയാണോ പീഡനമാണോ ബലാത്സംഗമാണോ എന്നുള്ളത് ഞാൻ പച്ചക്ക് ഇപ്പോൾ പറഞ്ഞേനെ.